മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ ട്വിസ്റ്റ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കിട്ടിയില്ല. അതേസമയം മന്ത്രിയുടെ നിലയിൽ മാറ്റമില്ലെന്നും കഴുത്തിലെ ഞരമ്പിന് ക്ഷതമുണ്ടെന്നുമാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം നൽകുന്നവർക്ക് 1 പവൻ സ്വർണം നൽകുമെന്ന വെല്ലുവിളിയുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, വളരെ നാടകീയതയാണ് ഈ വീണ ജോർജുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടാകുന്നത്. ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവും ഇന്ന് വരെ, ഈ നിമിഷം വരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അല്പസമയം മുമ്പ് KSU വൈസ് പ്രസിഡന്റ് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുതിയ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്തു. അതിൽ എവിടെ പോലും മന്ത്രിയെ ആക്രമിക്കുന്നതായ ദൃശ്യങ്ങളില്ല. എന്താണ് ഇരുഭാഗങ്ങളും പറയുന്നത് ഈ കാര്യത്തിൽ? നിലിമ, ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടു എന്ന വാദം വീണ്ടും വീണ്ടും പൊളിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇത്തരത്തിലൊരു അക്രമ ദൃശ്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. മറ്റൊന്ന്, ഇന്നലെ നമ്മൾ മാധ്യമങ്ങളടക്കം കൊടുത്തൊരു വീഡിയോയിൽ ഒരു വ്യക്തത വരുന്നൊരു രീതിയുണ്ട്. അതായത് ആ വീഡിയോയിൽ കൃത്യമായും മുഖ്യമന്ത്രി വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് അവിടെ ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായി. അതിനുശേഷം നടന്നു പോകുന്ന സമയത്ത് തനിക്ക് കഴുത്തിന് ചെറിയൊരു വേദന അനുഭവപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് വീണ ജോർജ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ അടക്കം നമ്മളിപ്പോൾ നൽകിയിട്ടുണ്ട്. വീണ ജോർജ് തന്നെ പറയുകയാണ് അവിടെ ചെറിയൊരു പ്രതിഷേധക്കാരിങ്ങനെ വന്നു. ആ വന്ന സമയത്ത് ചെറിയൊരു ഉന്തുന്തള്ളും ഉണ്ടായി. പക്ഷേ തനിക്ക് നേരെ അക്രമം ഉണ്ടായി എന്നുള്ള യാതൊരു കാര്യവും ആ സമയത്ത് വീണ ജോർജ് മുഖ്യമന്ത്രിയോട് പറയുന്നില്ല. അതിനിടയ്ക്ക് തന്നെ സ്പീക്കർ AN ഷംസീർ ആ സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹമാണ് പരിക്ക് ഉണ്ട് എന്ന് പറഞ്ഞത്. അദ്ദേഹം KKR-നെ വിളിച്ച്, അതായത് KK രാഗേഷിനെ വിളിച്ച് ആശുപത്രിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കൂടെ നിന്ന ഒരാളോട് പറയുന്നതടക്കം ആ വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മന്ത്രിയുടേത് നാട്യമാണെന്നൊരു ആരോപണവുമായി ഇപ്പോൾ KSU അടക്കം രംഗത്ത് വന്നത്. കൊല്ലട എന്ന് ആക്രമിച്ചു എന്നൊരു വാചകം, അതായത് FIR-ൽ വളരെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. FIR-ൽ ഈ ദൃശ്യങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള വാചകങ്ങളാണ് FIR-ൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ആയുധങ്ങളുമായി ആക്രമിക്കാൻ വന്നു, എന്നിട്ട് മന്ത്രിയെയും ഗൺമാനെയും ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് FIR-ൽ പറയുന്നത്. പക്ഷേ ഈ കൊല്ലട എന്ന് ആക്രോശിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് FIR-ൽ അത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ KSU ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി DGP റവാഡ ചന്ദ്രശേഖർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് 5 പേരെ അറസ്റ്റ് ചെയ്തു എന്നും അവർക്കെതിരെ ഈ വധശ്രമം അടക്കം കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ രാത്രി ഏതാണ്ട് 9 മണിക്ക് ശേഷമാണ് ഈ മന്ത്രിയുടെ ഗൺമാനായ അഭിലാഷിൻ്റെ മൊഴിയെടുത്തുകൊണ്ട് FIR ഇടുന്നത്. അപ്പോൾ മൊഴിയെടുക്കുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് DGP ഇത്തരത്തിലൊരു കാര്യം പറയുക എന്നൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ട് വന്ന ഒരു കാര്യം, അത് CPM-ന് തന്നെ തിരിച്ചടിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ഏറ്റവും ഒടുവിലായി മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത്. ആ സമയത്ത് പറഞ്ഞത് ഈ ആരോഗ്യസ്ഥിതിയിൽ അല്പം ഒന്ന് ഭേദപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ICU-ൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്, യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുന്നു എന്നാണ് ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞിട്ടുള്ളത്. നീലിമ, മാത്രവുമല്ല മിഥുൻ, ഇതുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഈ മന്ത്രിയും പോലീസുകാരും തമ്മിൽ പിടിവലി ഉണ്ടാകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ ഈ FIR-ൽ സൂചിപ്പിച്ചിരിക്കുന്നത് KSU പ്രവർത്തകർ കൊല്ലട എന്ന് ആക്രോശിച്ചു എന്നാണ്. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ആക്രോശിച്ചുകൊണ്ട് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അരികിലേക്ക് പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് പോലീസുകാരാണ് യഥാർത്ഥത്തിൽ അവരെ നിയന്ത്രിച്ച് അവിടെ പിടിച്ചു നിർത്തുന്നത്. ആ ഒരു ഉന്തും തള്ളും പിടിവലിയും ഒക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ പോലീസുകാരുമായി മാത്രമാണ്. അപ്പുറത്ത് നിൽക്കുന്ന KSU പ്രവർത്തകർ ആരും തന്നെ മന്ത്രിക്ക് അരികിലേക്ക് എത്തുന്നില്ല. അതൊക്കെ വളരെ കൃത്യമാണ് ദൃശ്യങ്ങളിൽ. അപ്പോൾ CPM-ഉം മന്ത്രിയും ഒക്കെ പറയുന്ന വാദങ്ങൾ പരിഹസിച്ച് തള്ളുകയാണ് ജനം. പ്രതിപക്ഷം വലിയ നാട്ടിക്കാരിയാണ് വീണ ജോർജ് എന്ന് പറയുകയാണ്. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് പറഞ്ഞത് വലിയൊരു നടിയാണ് വീണ ജോർജ് എന്ന്. അതായത് മൊത്തത്തിൽ അപഹാസ്യമായ ഒരു നിലയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എത്തിയിരിക്കുകയല്ലേ?
തീർച്ചയായും അതിൽ തന്നെ നീലിമ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി 2021 ഇലക്ഷൻ സമയത്ത് അവിടെ വാഹനത്തിൽ നിന്ന് വീണ് ഇതേ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ വീണ ജോർജിൻ്റെ കഴുത്തിന് പരിക്ക് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത്. അല്ലാതെ പെട്ടെന്ന് കഴുത്ത് തിരിച്ചപ്പോൾ ഉളുക്കിയതാകാം, അല്ലാതെ ഈ പ്രവർത്തകർ ഈ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിരുന്നില്ല എന്നൊരു വാദം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് വലിയൊരു പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ കൊണ്ടുവന്നത് അവർക്ക് തന്നെ വിനയാകുന്നൊരു സാഹചര്യം തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, വലിയ ആരോപണങ്ങൾ ഉയർന്നു കേട്ടൊരു പശ്ചാത്തലത്തിൽ അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ മന്ത്രി ആക്രമിക്കപ്പെട്ടു എന്നൊരു വിഷയം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് കിട്ടുന്നത്. അത് പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റാനൊരു ശ്രമമാണ് അവർ നടത്തിയത്. പക്ഷേ അത് അവർക്ക് തന്നെ വിനയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്. ഏതായാലും അപ്പോൾ ആസൂത്രിതമായ നാടകം അപഹാസ്യമായി മാറിയിരിക്കുകയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.